കോട്ടയം എം എൽ എയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ എം എൽ എ ഇപ്പോൾ 24 സംസാരിക്കണം. കുടുംബത്തിനുണ്ടാകാനില്ല. പക്ഷേ ഇവർ പ്രോപ്പറായി ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. യഥാർത്ഥത്തിൽ ആ തെരച്ചിൽ കൃത്യസമയത്ത് നടത്തിയിരുന്നു എങ്കിൽ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്തില്ല. ഒന്നും നടന്നിട്ടില്ല, ഒരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടൊരു ജീവൻ പൊലിഞ്ഞുപോയി. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള നടപടികളെക്കുറിച്ചാണ് ഞങ്ങൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചത്. സൂപ്രണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി കൊടുക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബാക്കി നടപടികൾ നടന്നേ മതിയാകും. ഇപ്പോൾ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ ആ വാർഡിൽ നിന്ന് അവിടെ രോഗികളെ പുതിയ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് ഇടിഞ്ഞു പൊളിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടതായിരുന്നു. നേരത്തെ തന്നെ ഈ ഷിഫ്റ്റിംഗ് നടത്താമായിരുന്നു. നേരത്തെ അത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത് പ്രോപ്പർ സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് ഈ കാഷ്വാലിറ്റീസ് എല്ലാം ഈ മെഡിക്കൽ കോളേജിലുണ്ടായി. കൂടാതെ രോഗികളുടെ ഭാഗത്തു നിന്ന് നിരവധി പരാതി വരുന്നുണ്ട്. വേറെ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-ാം വാർഡിലെയും 9-ാം വാർഡിലെയും 6-ാം വാർഡിലെയും ശുചിമുറികൾ സമാന അവസ്ഥയിലാണെന്നാണ് രോഗികൾ പറയുന്നത്. അവരെല്ലാം വലിയ തരത്തിലൊരു ഇവിടെ ഞങ്ങൾ നേരിട്ട് പോയി ചാണ്ടിയുമ്മൻ തന്നെയാണ് നേരിട്ട് അവിടെ 12-ാം വാർഡിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ശുചിമുറിയുടെ ശോച്യാവസ്ഥ നേരിട്ട് കണ്ടതാണ്. ഞങ്ങളെല്ലാം പുറത്തു നിന്നു. അദ്ദേഹം അതിൻ്റെ നേരിട്ട് അവിടെ പോയി കണ്ടു. 12-ാം വാർഡിലെ ആളുകളുടെ കിടക്കുന്ന സ്ഥലം അതിനൊരു സുരക്ഷിതത്വം ഇല്ല. എപ്പോൾ അത് പൊളിഞ്ഞു വീഴും എന്നറിയത്തില്ല. ആ നിലയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഒരു കെട്ടിടം പണിത് തീർന്നാൽ ആ കെട്ടിടത്തിലോട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് എന്ത് തടസ്സമുള്ളത്? അത് നേരത്തെ ഷിഫ്റ്റ് ചെയ്യാമായിരുന്നില്ല. എത്ര രോഗികൾ ഓരോ ദിവസവും 100 കണക്കിന് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പണിത് പൂർത്തിയാക്കിയിട്ടതിന് ശേഷം എന്തിനാണ് ഈ രോഗികളെ ഷിഫ്റ്റ് ചെയ്യാതെ കാത്തു നിൽക്കുന്നത്? അതിൻ്റെ ദുരന്തവും ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് തെറ്റായ നടപടിയാണ്. ഇമ്മീഡിയറ്റായിട്ട് നടപടി എടുക്കാം എന്നാണ് സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് പുറകോട്ട് മാറാം. വാ, മോൻസ് ജോസഫോട് സംസാരിക്കും. ഇപ്പം മരണപ്പെട്ട ബന്ധു ഞങ്ങളുടെ അയൽവാസിയാണ്, തലയോലപ്പുറമ്പാണ്. അതുപോലെ തന്നെ മകളും പരിക്കേറ്റിരിക്കുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ നമ്മളിപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളോട് വന്നിരുന്നു. ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോഴാണ് മണ്ണക്കനാടുള്ളൊരു പെൺകുട്ടിയാണ് പരിക്കേറ്റ് ഇപ്പോൾ കാഷ്വാലിറ്റി കിടക്കുന്നത്. അപ്പോൾ ഇത് ആർക്കും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾ മരണപ്പെടുന്നു. ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സത്യത്തിൽ വലിയൊരു അനാസ്ഥ ഇവിടെ മൊത്തത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇവിടെ സമരം ചെയ്തു, കേരള കൊണ്ട് സമരം ചെയ്തു. ഇവിടെ പ്രതിഷേധത്തിൻ്റെ ഒരു കുറേ ദിവസങ്ങളായിട്ട് ഇത് മാത്രമല്ല, മൊത്തത്തിൽ കെട്ടിടത്തിൻ്റെ ബലക്ഷയം തന്നെ. ഇവിടെ ചികിത്സ കിട്ടുന്ന ഒരുപാട് രോഗികൾ ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ അവർക്ക് തൃപ്തികരമായ ചികിത്സ കൊടുക്കുന്നതിനകത്ത് ഇവിടെ സൂപ്രണ്ട് പാവം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഡോക്ടേഴ്സ് എല്ലാവരും ആ നില സാധനം. പക്ഷേ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഗുരുതരമായ വീഴ്ച ഈ ചികിത്സയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ഈ കെട്ടിടങ്ങളെല്ലാം സൈഡിലുണ്ട്. എല്ലാം അവിടെ ഇവിടെയൊക്കെ എക്സ്റ്റൻഷൻ എടുത്തിട്ട് അശാസ്ത്രീയമായിട്ട് ഒരു നിലവാരവും ഇല്ലാതെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇടിഞ്ഞു വീണ് ഭീം ഉൾപ്പെടെ താഴോട്ട് പോന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു അശ്രദ്ധ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ ജീവൻ പന്താടുന്ന ഒരു നിലയിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് കൈവിട്ട പരിപാടിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ശക്തമായ നിലപാടുകളിലേക്ക് ഞങ്ങൾ വരും. പ്രതിഷേധം എന്നുള്ളതല്ല, ഈ പ്രശ്നം പരിഹരിക്കണമല്ലോ. ഇപ്പോൾ ഉണ്ടായി. ഇപ്പം ഞങ്ങൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇപ്പം ഈ ആളുടെ പോസ്റ്റ്മോർട്ടം നടക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സുരക്ഷ വേണം. ഇപ്പം ഇവിടെ നിന്നെല്ലാം വാർഡിൽ നിന്ന് കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുക. ആളുകളെ മുഴുവൻ ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണേ. ഈ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇതുങ്ങളെല്ലാം വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു വിടുക. ഇത് ബദൽ സംവിധാനം ഉണ്ടാക്കണ്ടേ? എവിടെയെങ്കിലും വേറെ മാറ്റി ഇവിടെ അഡ്മിറ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ സർജറി നടത്തിക്കൊണ്ടിരുന്ന ആളിനെ വീണ്ടും തിരിച്ച് തുന്നി കെട്ടിയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ഇല്ല, പൊക്കോളാൻ പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം അങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഇന്ന് സംഭവിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആളുകളുടെ ജീവൻ പന്താടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മന്ത്രിമാർ മുഴുവൻ അയക്കണം.